ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ പട്ടുവിന് അടി കിട്ടിയത്. നീ ഉള്ളതുകൊണ്ട് അവന്മാരെ രക്ഷപ്പെട്ടെ. ഇല്ലേച്ചാ കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു? ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം, എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങള് ശല്യത്തിനൊന്നുമില്ല, ആ പെണ്ണിനെ വിട്ടേക്ക്. ഓ എന്റെ ശിവനെ, നിങ്ങളൊക്കെ ചെറുപ്പമില്ലേ, ആരോഗ്യമില്ലേ? വേറെ ഏതിനെങ്കിലും വളച്ചൂടെ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ, കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഗുരുദേവ, ഇങ്ങരുത് എവിടെ പോയി തൊലഞ്ഞു? ഗുരുദേവ, 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 അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ. എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കാ. നിക്ക് 2 വാക്ക് സംസാരിക്കണുണ്ടേ, വിളിക്കണോ? തിരുമേനി, നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? പാട്ടിന് ഞാൻ പോയതാ. ഈ 2 മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ 2 അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സോറി പറയടാ. ബ്രാഹ്മണ ശാപം ഏൽക്കാൻ നോക്കാം. ഹൈ, ഇവറ്റേക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എവിടെയായിരുന്നു ഗുരുദേവ? കൺമുൻ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ചു. കയ്യെടുത്തങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. ചന്തു, അവര് വീണ്ടും വന്നാലോ? നോം ഇവിടുന്ന് കൊണ്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ? ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തേലും ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ? ദേവി തന്നെ. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.